ബൽദേവ് സച്ചിദാനന്ദൻ ഇതിൽ പരം ഉദാഹരണങ്ങൾ വേണോ? ഇതിൽ പരം ഉദാഹരണങ്ങൾ വേണോ? മുഖം മിനുക്കൽ മാത്രമായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. എന്നിട്ട് കൊട്ടിഘോഷിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുക, അതിന് കോടികൾ മുടക്കുക. ഇതാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. അല്ല, അങ്ങനെ നമ്മൾ അതിനെ പറഞ്ഞ് ന്യായീകരിക്കണ്ട. കാരണം ടീച്ചർ കാര്യങ്ങൾ പഠിച്ചു പറയുന്നത് എനിക്ക് നല്ലപോലെ ടീച്ചറെ അറിയാം. ടീച്ചറുമായിട്ടൊരു വാഗ്വാദത്തിന് ഞാനില്ല. പക്ഷേ നമ്മള് കുറച്ചുപേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി വരുത്തി എന്ന് പറയുമ്പോൾ പരിപൂർണമായ ഒരു വികസനമല്ല. അങ്ങനെ പരിപൂർണമായിട്ട് അല്ല, അതിദാരിദ്ര്യത്തിൽ നിന്ന് കുറേയേറെ ആളുകളെ കരകയറ്റുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിനെ വിറ്റ് വോട്ടാക്കുന്നുണ്ടല്ലോ, അതാണ് നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നയം. അത് ഏത് PR-ന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, പ്രതിപക്ഷ കക്ഷികൾക്ക് ഭരണകക്ഷി എന്ത് ചെയ്താലും അത് വോട്ടിന് വേണ്ടിയുള്ള രീതിയായിട്ട് കാണും. വിശേഷിച്ച് തെരഞ്ഞെടുപ്പ് അത് അടുത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനും അങ്ങനെ കാണും. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, 2024 ഈ 64,000-ൽ 32,000-ഓളം പേരെ അതിദാരിദ്ര്യമുക്ത മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് ഇവിടെ ആരും ചർച്ചയ്ക്ക് വരാഞ്ഞ കാര്യം എന്താ? അന്ന് തെരഞ്ഞെടുപ്പില്ലായിരുന്നു. ഇപ്പോൾ ഈ 64,000 പേര് പ്രഖ്യാപിക്കുമ്പോഴാണ് ചർച്ച. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞല്ലേ, ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞതുപോലെ കേരളത്തിലെ 5 ലക്ഷം വരുന്ന 4 ലക്ഷം ജില്ലാനും വരുന്ന ആദിവാസികളുണ്ട്. ഈ ആദിവാസികളെല്ലാം അതിദാരിദ്ര്യമുക്തമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. കേരളം മുഴുവൻ പറയുമ്പോൾ അതിൽ ആദിവാസി വിഭാഗം ഇല്ല എന്നാണോ? അതെങ്ങനെ ശരിയാവും? അല്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഈ 64,600 പേരുടെ കാര്യമാണ്. അല്ലല്ല, അത് കൃത്യമായിട്ട് പറയാം. അതൊരു ഡാഷ്ബോർഡ് പോലെ ഉണ്ട്. അവിടെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് MP രാജേഷ് പറഞ്ഞതാണ്. ആ ഡാഷ്ബോർഡിൽ ഒന്നിൽ നിന്ന് അവസാനത്തെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളെയും അതിൽ നിന്ന് കരകയറ്റിയ ശേഷം അദ്ദേഹത്തിന്റെ ഈ തദ്ദേശ ഭരണ വകുപ്പിന്റെ ആ ഡാഷ്ബോർഡിൽ 1 എന്നുള്ളത് മാറി 0 തെളിഞ്ഞപ്പോൾ അവിടെ വലിയ കയ്യടി ആയിരുന്നു എന്നാണ്. കാരണം ഒരു വലിയ ഉദ്യമം വിജയിച്ചതിന്റെ. പിന്നെ നിങ്ങൾ പറയരുത് ആദിവാസി ജനവിഭാഗങ്ങൾ അവിടെ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ട് എന്ന്. അങ്ങനെ രണ്ട് വാചകങ്ങൾ പറയരുത്. അല്ല മഞ്ജേഷ്, അങ്ങനെ പറഞ്ഞു പോരുത്. കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കേൾക്കട്ടെയാണ്. 64,006 പേരാണ് ഇവിടെ ലിസ്റ്റ് തയ്യാറാക്കിയത്. അതിൽ 64,005 പേരുടെ ലിസ്റ്റ് കിട്ടിയിരുന്നു. ഇന്നലെയാണ് തർക്കം വന്നു. അതും കൂടെ പരിഹരിച്ച് അത് ആ ഒന്നും മാറ്റി 0 അതെ. അപ്പൊ 64,006 പേരെ ലിസ്റ്റ് പ്രകാരമുള്ള കാര്യമാണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് സംശയമുണ്ട്. അല്ലല്ല ശ്രീ മോഹൻകുമാർ, അങ്ങനെയാണെങ്കിൽ ഇനിയും അതിദരിദ്രരുണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? അല്ലല്ല, 0 അതിദരിദ്രത്തിലുള്ള പ്രഖ്യാപനം നടത്തുക. അല്ലല്ല മോഹൻകുമാർ, നോക്കൂ, ഈ കണക്കിൽ 64 65 എന്നുള്ളതല്ല യഥാർത്ഥത്തിലെ ഇഷ്യൂ. ഇവിടെ ഇപ്പോ ഞാൻ മേരി ജോർജ് മാഡത്തിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ മേരി ജോർജ് മാഡത്തിനെ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. മാഡം പറയുന്ന 0.7, അതായത് 0.7% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുഭവിക്കുന്നവർ കേരളത്തിൽ ഉണ്ടായിരുന്നത് 2015-16 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്ക് പ്രകാരം നീതി ആയോഗ് കണക്കൂട്ടിയതാണ്. അത് ഇപ്പൊ കുറഞ്ഞു വന്നിട്ട് മാഡത്തിന്റെ മുമ്പേ ഇന്റർനെറ്റ് ഉണ്ടാവും. നോക്കൂ, അതല്ല പ്രശ്നം. നോക്കൂ, ഇവിടുത്തെ അത് 0.5 ഇപ്പൊ കേരളത്തിലുള്ളൂ. അത് ഇന്ത്യയില് 11.39 ഉണ്ട്. ഇന്ത്യയിലെ നിതി ആയോഗിന്റെ കണക്കനുസരിച്ചിട്ട് തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വെച്ചിട്ട് 11.39 ഉണ്ട്. ഇതിന്റെ കണക്ക് ഇനി ആരാണ് ഇത് സർവേ എടുത്തത്? ഇത് നമ്മൾ സർവേ പോവർട്ടി എന്ന് പറയുന്നത് ഒരു സർവേയിലൂടെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പോവർട്ടിക്ക് വേണ്ടി കണക്കെടുപ്പ് നടത്തിയത് 1971. എനിക്ക് ഈ സംശയമേ ഉള്ളൂ ശ്രീ മോഹൻകുമാർ. എനിക്ക് സംശയമുള്ളൂ, ഈ 64,000 കുടുംബങ്ങളെ അതിദരിദ്രരായി ഉള്ളൂ കേരളത്തിൽ എന്ന് പ്രഖ്യാപിച്ചതല്ലേ? എന്നിട്ട് അതിൽ നിന്നല്ലേ ഈ പറയുന്ന പോലെ താങ്കൾ തന്നെ നേരത്തെ പറയുണ്ടായി 47,000 കുടുംബങ്ങളെ ആദ്യം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയവരായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഡിസംബറിൽ കുറച്ചുകൂടി, പിന്നെ ഈ നവംബർ 1 ആയപ്പോഴേക്കും 0 എന്ന കണക്കിലേക്ക് വന്നു. എന്നിട്ടും ആദിവാസി ജനവിഭാഗങ്ങൾ അവിടെ ഉണ്ടെന്നേ, അവർ കേരളത്തിലുള്ളവരല്ലേ? ഉണ്ട്. നോക്കൂ, ഇതിന്റെ ഒരു ഡയമെൻഷൻ നമ്മൾ കാണണം. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് 1900 മേഡം പറയുന്ന സർവേ ചെയ്തില്ല എന്ന് പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെയായിരുന്നു പോവർട്ടി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അത് അവസാനമായി സർവേ ചെയ്തത് ഇപ്പൊ 2023-24 ആ 23-24 കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ മന്ത്ലി ഇന്ത്യയിലെ ഓരോ വ്യക്തിയും അവരുടെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയും ഭക്ഷണത്തിനല്ലാതെ നോൺ ഫുഡ് ഐറ്റംസിന് വേണ്ടിയും ഒരു മാസം എത്ര രൂപ ചെലവഴിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമത്തിലുള്ള ആളുകൾക്ക്
400 കലോറി ഊർജം ഒരു ദിവസം ജീവിക്കാൻ വേണം. അതിന് വേണ്ട ഭക്ഷണത്തിന് എത്ര രൂപ വേണം? ആ ഭക്ഷണത്തിന്റെ പൈസ ഇല്ലാത്തവർ ദാരിദ്ര്യക്ക് താഴെയാണ്. നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ 2100 കലോറി ഊർജം ഒരു ദിവസം ജീവിച്ചിരിക്കാൻ വേണം. ആ 2100 കലോറി ഊർജവും അതിനുവേണ്ട പാർപ്പിടവും വസ്ത്രവും എല്ലാം കൂടെ വാങ്ങാൻ എത്ര രൂപയാണ് ഒരു ദിവസം വേണ്ടത്? അത്രയും രൂപ ഒരു ദിവസം കിട്ടാത്ത ആളുകൾ ദാരിദ്ര്യക്ക് താഴെയുള്ളവരെന്ന് കണക്കാക്കിയത് 2011-12 ഇന്ത്യയിൽ അവസാനമായിട്ട്. ആ കണക്കാക്കിയപ്പോൾ അന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമായിരുന്നു. ഇന്ന് അതിന്റെ ശേഷം കേന്ദ്ര സർക്കാർ 2015-16 ഇത്തരത്തിലുള്ള നാഷണൽ സർവേ സംഘടിപ്പിച്ചത്. ആ കണക്ക് നമ്മുടെ ദേശീയ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല. അതിന് പകരം ദേശീയ ഗവൺമെന്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കാൻ നിതി ആയോഗിനോട് പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ടുള്ള നിതി ആയോഗിനോട് ആവശ്യപ്പെട്ടു. നിതി ആയോഗ് പറഞ്ഞ ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഈ അത്തരത്തിലുള്ള സർവേ ആണ് നമ്മളെ മനസ്സിലുള്ളത്. ഇത് അങ്ങനെയല്ല. ഈ സർവേ ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിരുന്ന ഒരാളാണ് ഞാൻ. എന്റെ നാട്ടിൽ, എന്റെ ഗ്രാമത്തിൽ ഈ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്നുള്ള പ്രോസസ്സിന്റെ ഭാഗമായിരുന്ന ആള് നിങ്ങളെ പഞ്ചായത്തിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ചെന്നിട്ട് വാർഡ് മെമ്പറും അത് മനസ്സിലായി, അങ്ങനെ കണ്ടെത്തി എന്നാണ്. പക്ഷെ എന്നിട്ടും ബാക്കി ഇല്ലേ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ശ്രീ എസ് മോഹനകുമാർ. ഒറ്റ വാചകത്തിൽ പറയാമല്ലോ. അതുണ്ടാവാം. ഇന്നലെ വരെ രോഗം കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പറ്റിക്കുകയായിരുന്നു ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ. അങ്ങനെ പറ്റിക്കല്ല. ഇതെന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് അല്ല. ഇന്നലെ വരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ഒരാൾ നാളെ അയാൾക്ക് അംഗവൈകല്യം ഉണ്ടാവാം. അങ്ങനെയല്ല ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ ക്ലിയർ ആയിട്ടുണ്ടോ ശ്രീ എസ് മോഹനകുമാർ പറഞ്ഞ കാര്യം? നോക്കൂ, ഞാനിവിടെ ഒരു കാര്യം മാത്രം ഒരു കാര്യം നോക്കൂ. ഇത്തരത്തിൽ ഈ 64,000 എന്നുള്ളതാണോ, അല്ലെങ്കിൽ 64,000 കുടുംബങ്ങളിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ 9.5% പട്ടികജാതിക്കാരുള്ളത്. എന്നാൽ ഈ അതിദരിദ്രരിൽ 20% പേരെയാണ് ദരിദ്രരായി കണ്ടെത്തിയത്. അവരെ അല്ലല്ലേ കണക്കുകൾ ഇന്നലെ എം വി രാജേഷ് ഒരുപാട് ഇത്തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ഈ ക്ലേശ ഘടകങ്ങളും അതിക്ലേശ ഘടകങ്ങളൊക്കെ വിശദീകരിച്ചത്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നാണ്. 0 എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതുണ്ടാവരുത്. വരും ദിവസങ്ങളിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ മുഴുവൻ അതിദരിദ്രരെയും കണ്ടെത്തി നിങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവരെ കരകയറ്റി എന്നാണല്ലോ അവകാശപ്പെടുന്നത്. പക്ഷെ താങ്കൾ ഇപ്പോഴും പറയുകയാണ് ഉണ്ടാവാം ഇനിയുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് കടന്നു ഒത്തുപോകില്ല സാർ. ഇതൊരു ഫ്ലോ കോൺസെപ്റ്റ് ആണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇനി ആർക്കും ഇന്നലെ വരെ വീടുണ്ടായിരുന്ന ആളിന് വീടില്ലാതെ ആവാം. അതൊക്കെ ശരിയാണ്. ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങൾ കണ്ടെത്തിയതിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പെട്ടെന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം, അതായത് ഒരു PR പ്രഖ്യാപനം, അതാണ് നടത്തിയതെന്ന് പറയുവാൻ കാരണം